ഹലോ നമസ്കാരം, ഞാൻ ബാസ്മി കുറ്റിച്ചിറ. കോഴിക്കോട് നിന്ന് എയർപോർട്ടിലേക്ക് ഒരു 30 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ടാവും. ഈ ഇടയിൽ CNG പമ്പ് ഇല്ല. നൈറ്റിൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഈ ഒരുപാട് ഇലക്ട്രിക് വണ്ടിയും CNG വണ്ടിയും ഒരുപാട് വണ്ടികൾ ഇറങ്ങുന്നുണ്ട്. ശരിക്കും പറയാന്ന് വെച്ചാൽ ഇതൊക്കെ ഇറക്കണക്കാട്ടി മുന്നേ ഇതിൻ്റെ ഒരു ഫെസിലിറ്റി ഉറപ്പ് വരുത്തണം. ഇത് ഒരു ഉപഭോക്താക്ക് ആൾക്കാർ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു ഇലക്ട്രിക് വണ്ടിയോ അല്ല CNGയോ അല്ലെങ്കിൽ പുതിയ വണ്ടികൾ ഇറങ്ങുമ്പോൾ ആദ്യം ഇത് ഫെസിലിറ്റി ഉറപ്പ് വരുത്തിയതിൻ്റെ ശേഷം മാത്രം ഇമാതിരി വണ്ടികളൊക്കെ എടുക്കാൻ പറ്റുമോ. അല്ലെങ്കിൽ ഭയങ്കര ഒരു ദയനീയ ഒരു അവസ്ഥയിൽ പോകേണ്ടി വരും. ചിലപ്പോൾ ടാക്സി ഓടിക്കുന്ന ആൾക്കാരായിരിക്കും, ചിലപ്പോൾ പ്രൈവറ്റ് വണ്ടി ഓടിക്കുന്ന ആൾക്കാരായിരിക്കും. ഒരു 30 കിലോമീറ്ററിൻ്റെ അടുത്ത് ഈ ഒരു ഫ്യൂൽ അടിക്കാനോ അല്ല ഇലക്ട്രിക് ചാർജ് ചെയ്യാനുള്ള സംവിധാനം ഒന്നും ഇല്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. ഒരുപാട് ലക്ഷങ്ങളെടുത്ത് വണ്ടിയൊക്കെ എടുത്തിട്ട് ഇതിൻ്റെ ഒരു ഫെസിലിറ്റി ഉറപ്പുവരുത്തിയില്ലെങ്കിൽ എന്ത് കാര്യം. ഇതൊക്കെ കോപ്പറേറ്റീവ് കമ്പനിക്കാരെയൊക്കെ പൈസ പെട്ടിയിലാക്കി അവിടെ ഇരുന്നുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ഉപഭോക്താക്കളൊക്കെ ആദ്യം ഇതിൻ്റെ ഫെസിലിറ്റിയൊക്കെ ആദ്യം വിപണിയിലേക്ക് ഒരു വണ്ടി ഇറക്കുമ്പോൾ വണ്ടീൻ്റെ ഡെമോ ഇടലും അതിൻ്റെ പരസ്യങ്ങളും ഇതിന് 200 കിലോമീറ്റർ ഉണ്ടാവും, 250 കിലോമീറ്റർ ഉണ്ടാവും, 300 കിലോമീറ്റർ ഉണ്ടാവും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ ഈ മാക്സിമം ഈ വീഡിയോസൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് ടാക്സിയും ഒരുപാട് പ്രൈവറ്റ് വണ്ടികളും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ എല്ലാവരും ഒരു വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ഈ സാമൂഹ്യ പ്രതിബദ്ധത ഉള്ള വീഡിയോസുകളൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ഫുഡിൻ്റെ ഇൻഫ്ലുവൻസിൻ്റെ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ അവരെ വീഡിയോസൊക്കെ ലൈക്ക് കാണുമ്പോൾ ഭയങ്കര അത്ഭുതമാണ്. നിസ്സാരമായുള്ള സംഭവമാണ്. പ്രതിവിധി രോഗങ്ങൾ ഫാസ്റ്റ് ഫുഡ് കാരണം എല്ലാവർക്കും അറിയാം ഉണ്ടാവുന്നത്. പക്ഷേ അതിനൊക്കെ ലൈക്കും സപ്പോർട്ടിങ്ങൊക്കെ വളരെ അധികമാണ്. പക്ഷേ ഇത് ലൈക്ക് കിട്ടണം, സപ്പോർട്ട് തന്നെയല്ല. ചില വീഡിയോസുകൾ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായുള്ള വീഡിയോസ് വെച്ചാൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇത് അധികാരികൾക്ക് എത്തിക്കുക. ഇങ്ങനത്തെ ഒരു വണ്ടി ആയാലും വേണ്ടില്ല, പുതിയതായിട്ട് സമ്പ്രദായം വരാൻ വെച്ചാൽ അതിൻ്റെ ഫെസിലിറ്റി ആദ്യം ഉറപ്പ് വരുത്തിയതിന് ശേഷം സാങ്ഷൻ കൊടുക്കണം. അല്ലെങ്കിൽ ഈ ജനങ്ങളെ സേവിക്കുന്നതാണ് സർക്കാരിന് ജനങ്ങളില്ലെങ്കിൽ സർക്കാർ ഒന്നില്ലാതാവും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇങ്ങനത്തെ ഒരു സംവിധാനത്തിനൊക്കെ സാങ്ഷൻ കൊടുക്കുക. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബാസ്മി കുറ്റിച്ചിറ.